നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് വന്നതിന് ശേഷം കമ്പനിക്ക് ഉയർച്ചയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ വിട്ടുകളയേണ്ടത് കരുതി. പിന്നെ അയാൾ എഡ്യൂക്കേറ്റഡും പ്രൊഫഷണലുമാണ്. ജോയിൻ ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അയാളെ ഇവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അർച്ചന ആലോചിച്ച് നോക്കി, അയാൾ എത്രമാത്രം എഫിഷ്യന്റ് ആയിരിക്കുമെന്ന്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നന്ദേട്ടൻ പറയുന്നത് അയാളുടെ ജോലിയും ബിസിനസ് ചെയ്യാനുള്ള കഴിവും ഒക്കെയാ. എന്റെ മനസ്സിലും ഞാൻ പറഞ്ഞു വന്നതിലും മറ്റൊരർത്ഥം കൂടിയുണ്ട്. കല്യാണപ്രായമായ 2 പെൺകുട്ടികളുള്ള വീടായത്, സ്നേഹയും അനഘയും. അപ്പോ പുറത്തുനിന്നൊരാള് വന്നിവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞാ, ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് ഇപ്പൊ നന്ദേട്ടന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. അർച്ചന ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് തന്നെ. അതിനർത്ഥം ഈ കാലത്തും ഇങ്ങനെ ചിന്തിക്കുന്നവർ വിരളമാണെന്നാ. അർച്ചനയുടെ പേടി എനിക്ക് മനസ്സിലാവും. എന്നാ ധനുഷ് അങ്ങനെയുള്ള ഒരാളല്ല. ഓഫീസിൽ ധാരാളം പെൺകുട്ടികളുള്ളതല്ലേ. ആരോടും ഒരു ലൂസ് ടോക്കിനും പോവാത്ത ആളാ ധനുഷ്. അതെനിക്ക് ഉറപ്പുണ്ട്. അതിനേക്കാൾ ഉറപ്പ് എന്റെ സ്നേഹമോളുടെ കാര്യത്തിൽ എനിക്കുണ്ട്. അനഘയുടെ കാര്യം ഞാൻ പറയാത്തത് എന്താണെന്ന് അർച്ചനയ്ക്കറിയാലോ. പിന്നെ ഇതൊക്കെ ഓർത്ത് ജീവിക്കാൻ നിന്ന ജീവിക്കാൻ പറ്റത്തില്ല അർച്ചനെ. അർച്ചനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. അർച്ചന അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ, അത്രേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ നിമിഷം നമുക്ക് ധനുഷിനെ ഇവിടുന്ന് മാറ്റാം. എന്താ പോരെ? ഞാനങ്ങനെ പറഞ്ഞത് തന്നെ ഒരിക്കലും ധനുഷ് കാരണം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അർച്ചന അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. നീ എവിടെ പോയതായിരുന്നു? ധനുഷിന് മുറി കാണിച്ചു കൊടുക്കാൻ. ഈ വീട്ടിൽ വരുന്നവർക്കൊക്കെ മുറി കാണിച്ചു കൊടുക്കലും അവരോട് കളിതമാശ പറയലും അല്ല നിന്റെ ജോലി. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ നീ തന്നെ എന്തിനാ പോയത്? അതിനിപ്പോ എന്താ ഏട്ടത്തി? ഞാൻ അവിടെ വരെ ഒന്ന് പോയെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? നീ അവിടം വരെ പോയിന്ന് കരുതി ഒന്നും സംഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാ. നന്ദേട്ടനെ അച്ഛനെ പോലെ എല്ലാവരെയും കണ്ണുടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയാണെന്നും എന്താണ് ഉദ്ദേശമെന്നും അറിഞ്ഞിരിക്കണം. ഇന്നലെ ഞാൻ നിന്നോട് വാൺ ചെയ്ത് പറഞ്ഞ കാര്യം നീയായിട്ടിപ്പോ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിനക്ക് നല്ലത് പറഞ്ഞു തരാനോ നേർവഴിക്ക് നടത്താനോ ഒന്നും അവന്റെ അടുത്ത് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാ അമ്മയായും ഏട്ടത്തെയായും ഒക്കെ ഞാൻ നിന്നോട് പെരുമാറുന്നത്. ഇപ്പൊ പറഞ്ഞൊക്കെ വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ ഇടയുണ്ടാക്കരുത്. ഇനി ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. ഏട്ടത്തി, അതിനു വേണ്ടി ഇവിടെ എന്ത് സംഭവിച്ചു? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അതാണ് പ്രശ്നം. നിന്റെ പ്രായം ഇതായതുകൊണ്ടാ പുറകെ നടന്ന് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രായം വല്ലാത്തൊരു പ്രായം മോളെ. ചിലപ്പോ ഒരു നിമിഷത്തെ തോന്നലിൽ ജീവിത അവസാനം വരെ കരയേണ്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവുന്ന പ്രായം. നമ്മൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. അതോർത്താ നിനക്ക് കൊള്ളാം. ചിലപ്പോ സ്നേഹയോടൊന്നല്ല, സാക്ഷാൽ അർച്ചനയോട് പോലും ഞാൻ നിലവിട്ട് പെരുമാറിയെന്ന് വരും. എന്തായാലും ഇതെല്ലാം നമ്മുടെ അറവുമാടുകളല്ലേ. പിന്നെന്തിനാ തനിക്കെന്നെ സംശയം? നിന്റെ സ്നേഹം കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, പക്ഷേ നീ എന്നെ വിശ്വസിക്കണം. മനസ്സിലായോ? അത്ര വിശ്വാസകരൊന്നും അല്ല. സ്നേഹിക്കുന്ന ആള് മറ്റൊരു സ്ത്രീയോട് അടുപ്പം കാണിക്കുമ്പോ
അത് കാണുന്നൊരു സാധാരണ സ്ത്രീയുടെ ജലസിയായി കണ്ടാ മതി നീ അതിനെ. അതിന് അവന്തിക്ക് ഒരു സാധാരണ സ്ത്രീ അല്ലല്ലോ, ധനുഷിന്റെ കാമുകിയല്ലേ. ഹ, അതെന്താ നീ എന്റെ മുഖത്ത് നോക്കി പറയാതെ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയുന്നേ? എനിക്കെന്തോ ചില കാര്യങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഇപ്പോഴും ചമ്മല. ഹലോ 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 ഹലോ. എന്താ ഉറക്കമൊന്നുമില്ലേ? ഉറങ്ങണം. എന്താണ് മാറിയെന്നൊക്കെ ഒരു ഫോൺ വിളി? ചുറ്റിക്കളി വല്ലതുണ്ടോ? ഏയ്, ഞാൻ ചോദിച്ചത് വല്ല പ്രേമത്തിലും അകപ്പെട്ടോന്നാ. ഏയ്, അങ്ങനൊന്നുമില്ല സർ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. ഓ, അമ്മയ്ക്ക് എപ്പോഴും എന്നോട് സംസാരിക്കണം. ഞാൻ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചു വിളിക്കും. അങ്ങനെയല്ല ധനുഷ്. എത്ര തിരക്കിലാണെങ്കിലും അമ്മ ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കണം. ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് സംസാരിച്ചിട്ടേ വേറെന്തും ചെയ്യാവൂ. ഈ ലോകത്ത് പകരം വയ്ക്കാനാവാത്ത ഒന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും മാത്രമാണ്. കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ലെന്ന് പറയുന്നത് പോലെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാലേ മറ്റാരും അതിന് പകരാവില്ലെന്ന് തിരിച്ചറിയും നമ്മൾ. അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? പലപ്പോഴും കൊതിയാവും ഇതിനൊക്കെ ഒന്ന് വിളിക്കാൻ. എനിക്കറിയാം സർ, എനിക്കും എൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോ ഞങ്ങൾ സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ജോലി തന്നതിനും ഇവിടെ താമസിപ്പിച്ചതിനുമൊക്കെ സാറിനോട് നന്ദി പറയാൻ അമ്മ പറഞ്ഞു. നന്ദിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് അമ്മയോട് പറഞ്ഞേക്കേ. ഇവിടെ ഒരു അമ്മയുടെ കുറവേ തനിക്കുള്ളൂ എന്നും. പറയാം സർ. ആ പിന്നെ ഞാനിപ്പോ വന്നത് ഇവിടെ തനിക്ക് റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? അതെന്ത് ചോദ്യ സർ. കുടുംബത്തിലൊരു അംഗത്തെ പോലെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മുറിയും തന്നു. എന്നിട്ട് ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാ സർ? നന്ദി ഞാൻ പറയുന്നില്ല, കാരണം ആ രണ്ടക്ഷരത്തിൽ തീരുന്നതല്ല ഒന്നും. സാർ എനിക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനും സ്നേഹത്തിനും ഒക്കെ സാർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. നോക്കിക്കോ, സാറിനെ ഞാൻ ഞെട്ടിക്കും. സാർ പോയി കിടന്നുറങ്ങിക്കോ, രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.